ഒരുപാട് നാളുകൾക്ക് ശേഷം കാർത്തികേയ ഭഗവാൻ കൈലാസത്തിൽ തിരിച്ചെത്തിയപ്പോൾ മാതാ പാർവതി അദ്ദേഹത്തിനായി പലതരം മധുര പലഹാരങ്ങൾ ഒരുക്കിയിരുന്നു. അങ്ങനെ മാതാ പാർവതി കാർത്തികേയന് മധുര പലഹാരങ്ങൾ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഇത് കണ്ടുകൊണ്ട് ഗണേശ ഭഗവാൻ അവിടെ വന്നു പറഞ്ഞു, മാതേ അങ്ങനെ മറന്നായിരുന്നോ? കാർത്തികേയൻ തിരിച്ചു വന്നതിൽ പിന്നെ എന്നെ നോക്കുന്നത് പോലുമില്ല, ഭക്ഷണം കഴിക്കാൻ വിളിച്ചതുമില്ല. ഇതൊക്കെ പറഞ്ഞ് ഗണപതി ഭഗവാനും ഒരു ഇലയെടുത്ത് കാർത്തികേയ ഭഗവാന്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ തയ്യാറായി. എന്നിട്ട് അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, ഇപ്പോൾ മാതാവ് എനിക്കും ഭക്ഷണം തന്നേ പറ്റൂ. അങ്ങനെ മാതാ പാർവതി പലഹാരങ്ങളുമായി ഇരുവരുടെയും മുൻപിലെത്തി. എന്നിട്ട് ഗണേശ ഭഗവാനോട് പറഞ്ഞു, പുത്ര ഗണേശ, നീ എന്തിനാണ് ഇരിക്കുന്നത്? അപ്പോൾ ഗണപതി ഭഗവാൻ പറഞ്ഞു, കാർത്തികേയൻ എങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നത് അതുപോലെ എനിക്കും കഴിക്കണം. അതിനു മറുപടിയായി മാതാ പാർവതി പറഞ്ഞത്, പക്ഷേ ഗണേശ, നിനക്കിതൊന്നും കഴിക്കാൻ കഴിയില്ല, കാരണം മകനെ നിന്റെ അന്നപ്രാശന ചടങ്ങ് കഴിഞ്ഞിട്ടില്ല. പക്ഷേ മാതേ, എനിക്ക് നല്ല വിശപ്പുണ്ട്, ഗണപതി ഭഗവാൻ പറഞ്ഞു. അങ്ങനെ മാതാ പാർവതി ഗണപതി ഭഗവാന് കുടിക്കാൻ പാല് കൊടുത്തു. പക്ഷെ ഗണപതി ഭഗവാൻ അത് കഴിക്കാതെ അവിടെ നിന്ന് വിസമ്മതിച്ച് ദേഷ്യത്തോടെ മാറിപ്പോയി. എന്നിട്ട് ഒരിടത്ത് ചെന്നിരുന്ന് അദ്ദേഹം പറഞ്ഞു, മാതാവ് പറഞ്ഞതിലും കാര്യമുണ്ട്, ഓരോരുത്തർക്കും അവരവരുടെ സമയമുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ കഥകളിലൂടെ കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ഓരോരുത്തർക്കും അവരവരുടേതായ സമയമുണ്ടെന്നും മുതിർന്നവർ പറയുന്നത് അനുസരിക്കേണ്ടത് പ്രധാനമാണെന്നും ഈ കഥ ഓർമ്മിപ്പിക്കുന്നു. ഗണപതി ഭഗവാന്റെ ഈ ചെറിയ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ജയ് ശ്രീ ഗണേഷ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓം ഗൗരി ശങ്കരായ നമ, ജയ് ശ്രീ ഗണേഷ്, ഓം സുബ്രഹ്മണ്യായ നമ.